ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ലോഗ് ആകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാനത് പഠിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. അതിങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ച് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷമാണ് നമ്മൾ പഠിക്കാനിരുന്നത്. ആദ്യം സാധാരണ ഉള്ളതുപോലെ നാളത്തെ എക്സാമിനുള്ളത് പഠിക്കാമെന്ന് വെച്ചു. അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്, അതാണ് നമ്മുടെ പ്രയോറിറ്റി, അതാണ് നമ്മൾ ആദ്യം ചെയ്തു തീർക്കാറുള്ളത്. വേറൊന്നുമല്ല അത് നമ്മുടെ പ്രയോറിറ്റി ആകാൻ കാരണം നാളെ വെളുപ്പിനെ 5:30 നമ്മുടെ എക്സാം. അതിന് മുമ്പ് എണീറ്റിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കബിൾ അല്ല. പക്ഷെ എണീക്കോ ഇല്ലയോ എന്ന് നമുക്കിങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. ചില ദിവസം 4 മണിക്കൊക്കെ അലാറം വെക്കും, എണീക്കുന്നത് 5:15 ആയിരിക്കും. അതുമാത്രമല്ല, നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. ട്യൂഷന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് നേരത്തെ എണീക്കാവുന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മൾ അലാറമൊക്കെ വെക്കുക. പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ലാസ്റ്റ് സാറ്റർഡേ ആണ് നാളെ. അടുത്ത ആഴ്ച തൊട്ട് ശനിയാഴ്ചകളിലും ക്ലാസ് വെക്കാനുള്ളൊരു ഉദ്ദേശമൊക്കെ കാണുന്നുണ്ട്. പറഞ്ഞിട്ടെന്താ, അവർക്കും പോർഷൻ തീർക്കണ്ടേ. ഞാനിപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിലെ പോർഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരേയൊരു ഡെറിവേഷനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതിങ്ങനെ ഒരു പ്രാവശ്യം ഇരുന്ന് വായിച്ച് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ 2 പ്രാവശ്യം എഴുതി പഠിച്ചു കേട്ടോ. എനിക്കത് തലയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കെമിസ്ട്രിക്ക് അങ്ങനെ ഡെറിവേഷൻ ഉണ്ടാവാറുള്ളതല്ലല്ലോ. എന്താണെന്നറിയില്ല, വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുടങ്ങി, ഇപ്പോൾ എന്തോ 2 ആഴ്ചയോ മറ്റോ ആയി. എന്നിട്ടും ആ ഒരു വെക്കേഷൻ മൂടിന് ഞാനിതുവരെ പുറത്തു വന്നിട്ടില്ല. എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പഠിക്കാനിരുന്നിട്ട് ഒരു രസമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ മൈൻഡിൽ അപ്പുറത്ത് നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ആയിരിക്കും. അവിടെ പോവുക, അവിടെ അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അപ്പോഴത്തെ ഗോൾസ്. അതിനു വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കാനൊക്കെ നോക്കാറുണ്ട്. മിക്കപ്പോഴും അവരവിടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഉത്തരമൊക്കെ ഞാനിങ്ങനെ പറയും. അതുകൊണ്ട് ഞാൻ മനസ്സിൽ വായിക്കുന്നത് നിർത്തി ഇപ്പം പറഞ്ഞ് പഠിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഞാൻ മനസ്സിൽ വായിച്ച് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇങ്ങനെ ഒച്ചയിൽ പറഞ്ഞ് പഠിക്കാൻ തുടങ്ങി. 7 മണിക്കായിരുന്നു നമ്മൾ പഠിക്കാനിരുന്നത്. ഇപ്പോൾ 7:30. ഇനി NCERT നോക്കാം. ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ, അത് വിന്നേഴ്സിൽ തീർന്നതാണ്. എക്സാം കഴിഞ്ഞു, ബട്ട് നമ്മൾ മറന്നുപോയി. കുറച്ച് നാളായി. എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ എടുത്തോണ്ടിരിക്കാം. അപ്പം ഏതാണ്ട് 1 മാസം ആകാറായിരുന്നു. 1 മാസമായില്ല, 2 ആഴ്ചയായിരുന്നു വിന്നേഴ്സിൽ കഴിഞ്ഞിട്ട്. മറന്നുപോയി. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ചാപ്റ്റർ ബോട്ടണിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. സ്കൂളിൽ തുടങ്ങിയ താമസമല്ലേ, അപ്പം അതൊന്ന് റിവൈസ് ചെയ്യണം. വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ലാഗ് ആവാറില്ല. പക്ഷേ ഞാൻ നേരിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ലാഗാവുന്ന പോലെ തോന്നി. കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അത്രയെങ്കിലും കുറച്ച് ലെങ്ത്തിൽ അത് കിട്ടിയത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു കുറച്ച് മുമ്പ് കാണിച്ച ക്ലിപ്പിൽ. സത്യം പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. അതാണ് ഞാൻ പിന്നെ അത് റെക്കോർഡ് ചെയ്യാഞ്ഞത്. എനിക്ക് അപ്പോൾ അത് നോർമലായിട്ടാണ് തോന്നിയത്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനിരുന്നത്. അപ്പോഴാണ് ഞാനത് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ NCERT നോക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് നമ്മുടെ എൻട്രൻസ് സെൽഫ് സ്റ്റഡി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഗൈഡ്സ് ഇരിപ്പുണ്ട്. ഏതൊക്കെയാണ്? സൈലം, ബ്രില്യൻറ്റ്, പിന്നെ വിന്നേഴ്സ്. ഇത് 3ൻ്റെയും ഗൈഡ്സ് ഇരിപ്പുണ്ട്. വിന്നേഴ്സിൻ്റെ എൻ്റെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതങ്ങ് നിർത്തി. ഇപ്പോൾ സെൽഫ് സ്റ്റഡിയാണ്. ഈ ഒരു വർഷം സെൽഫ് സ്റ്റഡി ആയിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ സൈലത്തിൻ്റെയും ബ്രില്യൻറ്റിൻ്റെ എൻ്റെ അല്ല, എൻ്റെ ഒരു തൊട്ടടുത്ത വലിയ ചേച്ചി, അവൾ ഇതിനു വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഇപ്പോൾ കോളേജിൽ പോവാണ്. ഇത് നിർത്തി, ഇതിൻ്റെ അവളുടെ പ്രിപ്പറേഷനൊക്കെ നിർത്തി. അതുകൊണ്ട് ആ ഗൈഡ്സൊക്കെ എനിക്ക് തന്നു. ആദ്യം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ടെസ്റ്റ് വായിച്ച് നോട്ട് എഴുതാൻ തുടങ്ങി. നോട്ടെന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്, ഒരു പേപ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ആ ചാപ്റ്ററിൻ്റെ നോട്ട് തീരും. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ നോട്ടാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ പകുതി 1/4 മണിക്കൂറൊക്കെ വെച്ച് നമുക്കൊരു ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്നത്തെ ദിവസം എൻ്റെ സ്റ്റഡി സെഷൻസൊക്കെ വളരെ ചെറുതായിരുന്നു. കാരണം ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ആ ടെസ്റ്റ് വായിച്ചുള്ളൂ. കാര്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ നേരത്തെ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റി. ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ എഴുതിയതാണ്. വെക്കേഷൻ ടൈമിൽ ഞാനൊരു 30 ഡേയ്സ് ചലഞ്ചൊക്കെ തുടങ്ങിയായിരുന്നു. ഷോർട്സ് ആയിട്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ നോട്ട്. ഞാൻ വലിയൊരു ബുക്കിൽ ഇങ്ങനെ കൊണാന്ന് എഴുതി പോണത്.
അതേ ചാപ്റ്ററിൻ്റെ നോട്ടാണ് ഇപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ഒരു പേപ്പറിൽ ഇട്ട് ചുരുക്കി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും നോട്ടാണ് എഴുതിയത്. ഇത്രയും സാധനം ഇന്നലെ എഴുതിയതായിരുന്നു. ടെസ്റ്റ് വായിച്ച് എഴുതിയെടുത്തതായിരുന്നു ഈ നോട്ട്. ഷോർട്ട് നോട്ടാണ്. ഇതേ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ വലിയ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മൂഡ് മാറി ഇങ്ങനെ എഴുതാമെന്ന് തോന്നി. പരീക്ഷയുടെ തലേന്ന് പിന്നെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ ഫുള്ള് റിവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും സാധനം ഇന്നലെയാണ് ചെയ്തത്. ഇനി ഇത്രയും സാധനം മാത്രമേ നമ്മൾ ഇന്ന് ചെയ്തുള്ളൂ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മളിന്ന് തീർത്തു. അത് കഴിഞ്ഞിട്ട് പോളിനേഷൻ തുടങ്ങി വെച്ചു. ഇച്ചിരിയേ ചെയ്തുള്ളൂ. ഇച്ചിരി കണ്ട ഇച്ചിരി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോട്ടൊക്കെ എടുത്ത് നമ്മൾ ഫയലിനകത്ത് കയറ്റി മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതെവിടെ ഇരിക്കുന്നതെന്ന് കാണത്തില്ല. എൻ്റെ അമ്മമ്മ വന്നിരുന്നു. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. കുറച്ച് നേരം ഞാൻ എനിക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുത്തു. ബ്രേക്കാണെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് എന്നും പറഞ്ഞിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ എന്നാണ് ആ ബ്രേക്ക് നീണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെടിയുടെ കമ്പ് കൊണ്ട് തന്നിട്ട് നട്ടു വെക്കാൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലയും കായും പൂവൊക്കെ ഉള്ളതായിരുന്നു. ബട്ട് ഇപ്പോൾ അത് വസ്തുകൂടമായി. പിന്നെ നമ്മൾ സെൽഫ് സ്റ്റഡി നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. കുറച്ച് MCQ ചെയ്യാനാണ് ഇരുന്നത്. നേരത്തെ നമ്മൾ വായിച്ച് തീർന്ന ആ സാധനത്തിൻ്റെ MCQ ചെയ്യാനാണ് ഇരുന്നത്. ഇതെടുക്കാൻ കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് വായിച്ചോന്ന് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് വലിയ ഹയർ ഓർഡറൊന്നുമല്ല, ടെസ്റ്റുള്ള സാധനം തന്നെ ലൈൻ ബൈ ലൈനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചത് ഓക്കെ ആണോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. സമയം ഇപ്പോൾ 10:30 ഒരു ഇടയ്ക്ക് ചോറൊക്കെ കഴിക്കാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ആ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. ഇപ്പോൾ 10:30 കിടക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെ രാവിലെ നേരത്തെ എണീക്കണ്ട. നേരത്തെ എന്ന് പറഞ്ഞാൽ അധികം 4 മണിക്ക് അലാറം വെച്ചിട്ടൊരു 4:30 ആകുമ്പോഴാണ് ഞാൻ എണീക്കാറ്. എന്നാലൊരു 5 മണി കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി. കാരണം സ്കൂളില്ല, ട്യൂഷൻ മാത്രമേ ഉള്ളൂ. ട്യൂഷൻ 5:30 തുടങ്ങും, ഓൺലൈനാണ്. അപ്പം അതിന് മുമ്പൊന്ന് വായിച്ചൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ തന്നെ 5 മണിക്ക് അലാറം വെച്ചാൽ 5:30 മുമ്പൊക്കെ എണീക്കാൻ പറ്റില്ല. ഉറക്കച്ചടമൊക്കെ മാറ്റി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നങ്ങ് ഉറക്കം വരുന്നില്ല. ചുമ്മാ കിടന്ന് സമയം കളയണ്ടല്ലോ. ചുമ്മാ കിടന്നാലും ഫോൺ നോക്കിയിരിക്കും. നേരം കൂടുതൽ സമയം നമ്മളങ്ങനെ ഇരുന്നു. പഠിക്കാനിരിക്കുവാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് ഉറക്കം വന്നു. ഇന്നത്തെ വ്ലോഗ് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ലെങ്തി ആയിരുന്നു. ലാഗായോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പഠിക്കാനിരുന്നു, ഉറക്കം വന്നു, കിടന്നുറങ്ങി. പഠിക്കാനിരുന്നാൽ പിന്നെ ഉറക്കം വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം, അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.